ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹർദ്ദമായിട്ടുള്ള സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ RPF എക്സാമിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഒന്ന് റിവൈസ് ചെയ്യുന്ന ഒരു സെഷനിലാണ് അല്ലേ. ഇന്ന് നമ്മൾ നോക്കുന്നതിനായിട്ട് പോകുന്നത് പൊളിറ്റിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പൊളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നേരത്തെ നിങ്ങളോട് ചിലപ്പോൾ ഹൻഷാദ് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അതായത് RPFൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ SSCയിൽ അതുപോലെ തന്നെ RRBയിൽ എല്ലാം വരുന്ന ക്വസ്റ്റ്യനുകളുടെ അതേ പാറ്റേൺ ആണ് നമുക്ക് എവിടെയും കാണുന്നത് RPF എക്സാമുകളുടെ ചോദ്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് SSCയുടെയോ RRBയുടെയോ തലത്തിലുള്ള ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ RPFൻ്റെ തലത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കാൻ ആണ് സാധ്യത. പിന്നെ RPFൻ്റേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ SSCക്കോ RRBക്കോ പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്താൽ മതി RPFൻ്റെ എക്സാംസിനും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പൊളിറ്റിയിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നും പൊളിറ്റിയിൽ ഏത് രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന കാര്യവും നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മളുടെ രീതി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്നതായിരിക്കും. അതിനുശേഷം ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യും, ശരിയായിട്ടുള്ള ആൻസർ മാത്രം ടിക്ക് ചെയ്ത് പോവുകയല്ല, ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്ത് പോവും. ബിക്കോസ് നമുക്കറിയാം എന്തായിരിക്കും അടുത്ത എക്സാമിൽ ചിലപ്പോൾ വരുന്നത് എന്തായിരിക്കും, ഈ ഓപ്ഷനിൽ നിന്നുള്ള ഈ ഓപ്ഷൻ ബേസ്ഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൽ വരാനായിട്ട് സാധ്യത. അതുകൊണ്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് അതിലെ ടേമുകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും എന്ത് നമ്മൾ കണ്ടെത്തണമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കീവേഡുകൾ കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൂടി നമ്മൾ പറയാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു എന്താ ചെയ്യുക, പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹൂ എമംഗ് ദ ഗിവൺ ഈസ് നോൺ ആസ് ദ കാലിഗ്രാഫർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കുന്ന ആളാര് എന്നതാണ് അടിസ്ഥാനപരമായിട്ട് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതെന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് കൂട്ടുകാർ ആൻസർ ചെയ്യണം. കാരണം ഇവിടെ കുറച്ചധികം എന്തുണ്ട്, പേരുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ സ്ഥലത്ത് എന്ത് വരാറുണ്ട്, കുറച്ചധികം പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ ഒരു ഭാഗത്ത്. കാലിഗ്രാഫർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആരാണെന്നറിയോ കൂട്ടുകാർക്ക്? ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി, പ്രേം ബിഹാരി നരൈൻ റായ്സാദയാണ്. ആരാണ്? പ്രേം ബിഹാരി നരൈൻ റായ്സാദ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് കാലിഗ്രാഫർ എന്ന് പറയുന്ന ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ. അതായത് കയ്യെഴുത്ത് പ്രതി. നിങ്ങൾ കയ്യെഴുത്ത് പ്രതി എന്ന് കേട്ടിട്ടില്ലേ? ഇതാണ് കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കുന്ന ആൾ. ഇതെന്താണ്, കൈകൊണ്ട് ഇത് എഴുതി തയ്യാറാക്കുന്ന ആളാണ് ആര്? ഇദ്ദേഹം. മനസ്സിലാവുന്നുണ്ടോ? പ്രേം ബിഹാരി നരൈൻ റായ്സാദ എന്ന് പറയുന്ന ആൾ. ഇനി ഇത് കൂടാതെ മറ്റ് ചില പേരുകൾ കൂടി അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഓപ്ഷൻസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒരു പേര് ഏതാണെന്ന് നോക്കൂ, നന്ദലാൽ ബോസ് ആണ്. അത് ഇതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആയി ബന്ധപ്പെട്ടുള്ളൊരു പേരാണ് നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ് എങ്ങനെയാണെന്നറിയോ കൂട്ടുകാർക്ക്? ഇദ്ദേഹമാണ് ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കുന്നത്. നന്ദലാൽ ബോസാണ് എന്ത് ചെയ്യുന്നത്, ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? നന്ദലാൽ ബോസ് ആയിരുന്നു എന്ത് ചെയ്യുന്നത്, ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. അതായത് ഈ നന്ദലാൽ ബോസൊക്കെ എവിടത്തെ ആയിരുന്നല്ലോ, ശാന്തിനികേതനില്ലേ, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ശാന്തിനികേതൻ, അവിടെ ഉണ്ടായിരുന്ന കലാകാരന്മാരായിരുന്നു. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അവിടെ തന്നെയുള്ള ഇതേ നന്ദലാൽ ബോസും അതുപോലെ തന്നെ റാം മനോഹർ സിൻഹയുണ്ട്. ഏതായിരുന്നു? റാം മനോഹർ സിൻഹ. അദ്ദേഹവും ഈ നന്ദലാൽ ബോസും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എന്താ പറയുക, ഭരണഘടന എഴുതി തയ്യാറാക്കിയല്ലേ, പ്രേം ബിഹാരി റായ്സാദ് എഴുതി തയ്യാറാക്കിയ ഭരണഘടനയെ എന്ത് ചെയ്യുന്നത്, മനോഹരമാക്കി മാറ്റുന്ന രീതിയിൽ അതിൽ ഡെക്കറേഷൻസും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരായിരുന്നു? നന്ദലാൽ ബോസും റാം മനോഹർ സിൻഹയുമായിരുന്നു. അപ്പോൾ ഈ മനോഹർ എന്നുള്ള പേര് ഓർത്ത് വെക്കുക. അപ്പോൾ അതിനെ കൂടുതൽ മനോഹരമാക്കിയതാര്, അതിൽ എക്സ്ട്രാ ബാക്കിയുള്ള വർക്കുകൾ ചെയ്തതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നന്ദലാൽ ബോസും. ലേ ഔട്ട് തയ്യാറാക്കൽ, മനോഹരമാക്കൽ. ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്, അതിനോടൊപ്പം തന്നെ അത് കുറച്ചുകൂടി മനോഹരമാക്കാനുള്ള ബാക്കിയുള്ള മിനുക്കുമണികൾ ചെയ്തത് റാം മനോഹർ സിൻഹ. അപ്പം മനോഹർ എന്ന് പറയുന്ന വാക്ക് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാം മനോഹർ സിൻഹയെ കൂടി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഓർത്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പേര് പറഞ്ഞു അല്ലേ, ഏതാണ്? പ്രേം ബിഹാരി റായ്സാദ. ഇദ്ദേഹം എന്താണ്? കാലിഗ്രാഫർ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഏത് ഭാഷയിലാണ് ഇത് എഴുതി തയ്യാറാക്കിയത്?
ഇംഗ്ലീഷ് ഭാഷയിലുള്ള പതിപ്പാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, എഴുതി തയ്യാറാക്കുന്നത്. അതേപോലെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി, ഹിന്ദി ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണെന്ന് അറിയാം കൂട്ടുകാർക്ക്? വസന്ത് കൃഷ്ണ വൈദ്യയായിരുന്നു. ആരായിരുന്നു? വസന്ത് കൃഷ്ണ വൈദ്യ. മനസ്സിലാവുന്നുണ്ടോ? വസന്ത് കൃഷ്ണ വൈദ്യയാണ് ഹിന്ദിയിലുള്ള ഇതിൻ്റെ പതിപ്പ് തയ്യാറാക്കുന്നത്. ഇംഗ്ലീഷിലുള്ള കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കുന്ന ആളാരായിരുന്നു? പ്രേം ബിഹാരി നാരായൺ റായ്സാദെ ആയിരുന്നു. നന്ദലാൽ ബോസാണ് എന്ത് തയ്യാറാക്കുന്നത്? ലേ ഔട്ട് തയ്യാറാക്കുന്നത്. അതിനെ മനോഹരമാക്കുന്ന ബാക്കി വർക്കുകൾ നന്ദലാൽ ബോസിനോടൊപ്പം ചെയ്യുന്ന അടുത്ത ആളാരായിരുന്നു? റാം മനോഹർ സിൻഹയായിരുന്നു. ആരായിരുന്നു? റാം മനോഹർ സിൻഹയായിരുന്നു. ഓക്കെ ആണല്ലോ. ഇതെന്ത് ചെയ്യുക? ഈ പറഞ്ഞ പോയിന്റുകളും ആളുകളെയും കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിലൊരാളെ കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അതാണ് JB കൃപലാനി. ആരാണ്? JB കൃപലാനി. JB കൃപലാനിയും ഭരണഘടനയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കുന്ന പേരുകളിൽ ഒരാളാണ്. എന്താണെന്നറിയോ അതിന് കാരണം കൂട്ടുകാരെ? ശ്രദ്ധിച്ച് കേൾക്കുക. ചോദ്യം വന്നിട്ടുണ്ട് JB കൃപലാനിയെക്കുറിച്ച്, ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് നമ്മുടെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ആദ്യമായിട്ട് സമ്മേളിക്കുന്നത് 1946. എപ്പോഴാണ്? 1946 ഡിസംബർ 9 ഡിസംബർ 6 എന്ത് ചെയ്തു? ഇത് രൂപീകരിക്കപ്പെട്ടു. ഡിസംബർ 6 എന്ത് ചെയ്തു? നിയമനിർമ്മാണ സഭ രൂപീകൃതമായി. ആദ്യത്തെ യോഗം ഡിസംബർ 9 ചേരുന്നത്. ഇതിൽ എത്ര പേരാണ് പങ്കെടുത്തത് എന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 207 പേരാണ് പങ്കെടുത്തിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ ഒരു എന്താ പറയുക സമ്മേളനമില്ലേ, ഈ സമ്മേളനത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഈ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരായിരുന്നു? അത് JB കൃപലാനി ആയിരുന്നു. മനസ്സിലാവുന്ന കൂട്ടർക്ക്? JB കൃപലാനിയാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ടൈം ഈ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ത് ചെയ്യുക? എല്ലാം ഓർത്ത് വയ്ക്കുക. ഈ ഓരോ പേരുകളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമാണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് അടുത്ത ചോദ്യം? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ, എന്താണ്? ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ കീ വേർഡ് കണ്ടുപിടിക്കണം, കീ സെക്ഷൻ കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ്? കെയിം ഇൻ ടു ഫോഴ്സ് ആണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ കീ വേർഡ് അല്ലെങ്കിൽ കീ ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഭരണഘടന നിലവിൽ വന്നത്. കെയിം ഇൻ ടു ഫോഴ്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? എന്നാണ് നിലവിൽ വന്നത് കൂട്ടുകാരെ? നിലവിൽ വന്നത് എന്നുള്ള ഡേറ്റും ഭരണഘടന എന്ത് ചെയ്യുകയാണ്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എനാക്ട് ചെയ്യുന്നത് ഒരു ദിവസമുണ്ട്. ഇത് രണ്ടും എന്താണ്? 2 ദിവസങ്ങളാണ് എന്ന കാര്യം എന്ത് ചെയ്യണം? കൂട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണഘടന നിലവിൽ വരുന്ന ഡേറ്റ് മറ്റൊന്നാണ്, ഭരണഘടന എനാക്ട് അല്ലെങ്കിൽ എന്താ പറയുക അത് അവരെന്ത് ചെയ്യണം? അത് എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതെന്താണ്? അത് മറ്റൊരു ദിവസമാണ്. ഇതെന്ത് ചെയ്യണം? കൃത്യമായിട്ട് കൂട്ടുകാർ വ്യത്യാസം. ഇത് നിലവിൽ വരുന്നതാണ്. പിന്നെ ഒരു ഡേറ്റ് ഉണ്ട്. അതെന്താണ്? ഭരണഘടനയെ അംഗീകരിക്കുന്ന ദിനമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് രണ്ടും 2 എന്നെന്ത് ചെയ്യുക? കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറയില്ലേ എനാക്ട് എന്ന് പറയില്ലേ, ഭരണഘടന എനാക്ട് ചെയ്യുന്ന ആ ദിവസം എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമ്മൾ പോകും. അപ്പോൾ എന്നാണ് നിലവിൽ വരുന്നത്? നിലവിൽ വരുന്നത് 26/1/1950 എന്നാണ്. 26/1/1950 എന്ത് ചെയ്യുന്നത്? നിലവിൽ നിന്ന്. ഈ ദിവസമാണ് നമ്മൾ പിന്നീട് എന്ത് ദിവസമായിട്ട് ആലോചിക്കാൻ തുടങ്ങിയത്? റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത്. എന്താണ് റിപ്പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമാണ് അല്ലേ. റിപ്പബ്ലിക് രാജ്യം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇലക്റ്റഡ് ആയിട്ടുള്ള ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ടാകും. നമുക്ക് ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ട്. നമ്മുടെ പ്രസിഡന്റ് എങ്ങനത്തെ ആളാണ്? ഇലക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. അല്ലാണ്ട് ബ്രിട്ടനിലിപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ട് അല്ലേ. ബ്രിട്ടീഷുകാരെങ്ങനെയാണ്? അവിടെ ഡെമോക്രസിയാണ് അല്ലേ. അവിടെ എന്തുണ്ട്? അവിടെ ഡെമോക്രസി ഉണ്ട്. പക്ഷേ അവിടെ എങ്ങനെയാണ്? അവിടുത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്വീനാണ് അല്ലേ. ക്വീനാണ് അല്ലെങ്കിൽ എന്താണ്? കിങ് എന്ന് നമ്മൾ പറയും അല്ലേ. ഈ ക്വീൻ അല്ലെങ്കിൽ ക്രൗൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഹെറിഡിറ്ററി ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ്? മൊണാർക്കി എന്നാണ് നമ്മൾ അവയെ എന്ത് ചെയ്യാറുള്ളത്? വിളിക്കാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അവ എങ്ങനത്തെയാണ്? അവ മൊണാർക്കിയാണ്. മനസ്സിലാവുന്നുണ്ടോ? മൊണാർക്കിയാണ്. ഡെമോക്രസിയാണ് പക്ഷേ മൊണാർക്കിയാണ്. നമ്മളെങ്ങനെയാണ്? നമ്മൾ ഡെമോക്രസിയാണ്. നമ്മൾ പക്ഷേ എന്താണ്? നമ്മൾ റിപ്പബ്ലിക്കാണ്. നമ്മളുടെ അവിടെ ഇലക്റ്റഡ് ആയിട്ടുള്ള ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഒരു പ്രസിഡന്റ് കഴിഞ്ഞാൽ പ്രസിഡന്റ് മകനാണോ പിന്നീട് അടുത്ത പ്രസിഡന്റ് ആവുക? അല്ല, ഇലക്ട് ചെയ്യപ്പെടണം അല്ലേ. ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് വഴി എന്താണ്?
ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഇലക്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇനി ഇവിടെയാണെങ്കിലോ ബ്രിട്ടീഷുകാരാണെങ്കിലോ ഡെമോക്രസി പ്ലസ് മൊണാർക്കിയാണ്. അവിടെ ഹെറിഡിറ്ററി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൈമാറിപ്പോകുന്നത്. ഹെറിഡിറ്ററി ആയിട്ടാണ് കൈമാറിപ്പോകുന്നത് എന്ന കാര്യം ആലോചിക്കുക. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു കാര്യം കൂടി ഇതുമായി ചേർത്തിട്ട് കൂട്ടുകാർ ആലോചിക്കേണ്ട ഒരു കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ഡേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. എന്താണ് ഇമ്പോർട്ടൻസ് അറിയോ കൂട്ടുകാർക്ക്? 1929 ഡിസംബറിൽ ലാഹോർ സമ്മേളനത്തിന് ശേഷം, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിന് ശേഷം നമ്മൾ എന്താണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തുകയും 1930 ജനുവരി 26 രവി നദിയുടെ തീരത്ത്, കൃത്യമായിട്ട് ഇതൊക്കെ ഓർക്കണേ, രവി നദിയുടെ തീരത്ത് എന്ത് ചെയ്യുകയാണ്, ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ്, അന്ന് അംഗീകരിക്കപ്പെട്ട ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് ആരുയർത്തുകയാണ്? നെഹ്റു ഉയർത്തുകയാണ്. ഈ നെഹ്റു ഇത് ഉയർത്തിയ ഈ ദിവസം ആ കാലഘട്ടത്തിൽ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട്, അതായത് എന്താണ്, നമ്മളുടെ സ്വാതന്ത്ര്യ ദിനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വരാജ് എന്ന തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്വരാജ് എന്ന തരത്തിൽ, സ്വാതന്ത്ര്യം എന്ന തരത്തിൽ, ഇൻഡിപെൻഡൻസ് എന്ന തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, അതിനെ നമ്മളന്ന് വിളിച്ചിരുന്നത്. രവി നദിയുടെ തീരത്താണെന്ന് ആലോചിക്കുക. പതാക ഉയർത്തിയതാണെന്ന് കൂട്ടുകാർ ആലോചിക്കുക. നെഹ്റു ആണത് ചെയ്തതെന്ന് ആലോചിക്കുക. ഈ ദിവസം ഈ സ്വാതന്ത്ര്യം നമ്മളെന്താണ്, പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന, ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രഖ്യാപനം നമ്മളെന്താണ്, ആ രീതിയിൽ നമ്മളെന്താണ് ആഘോഷിച്ച ആ ദിവസം ജനുവരി 26 പിന്നീട് നമ്മളുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് മാറ്റാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കണം. പലതവണയായിട്ട് ഈ ചോദ്യങ്ങൾ, ഈ പോയിന്റുകളിൽ പലതും നിങ്ങളോട് പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൂടി ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള പോയിന്റുകൾ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. നിങ്ങൾ RPF SI അല്ലെങ്കിൽ കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ അതിനായിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സ് ഇപ്പോൾ നമ്മുടെ അക്കാഡമീസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഒരുപാട് ആളുകളുടെ കേന്ദ്ര സർക്കാർ ജോലി അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് റെയിൽവേ ജോലി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അതിനുവേണ്ടി എല്ലാ രീതിയിലും കൂടെ നിന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അക്കാഡമീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കോഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത് 3999 ആണ്. 3999 രൂപയാണ് ഇതിന്റെ കോഴ്സ് ഫീ വരുന്നത്. ഏകദേശം 1550ഓളം ലേണിംഗ് മെറ്റീരിയലുള്ള, അതിൽ 383ഓളം PDF, 709ഓളം വീഡിയോ ക്ലാസ്സുകൾ, 461ഓളം പരീക്ഷകൾ. അതിൻ്റെ ഇതിവിടെ തീരുന്നില്ല. ഇനിയും നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ക്ലാസ്സുകളായിട്ടോ പരീക്ഷകളായിട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും അത് ആഡ് ചെയ്ത് കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പം നെറ്റില്ലാത്ത സമയത്ത് കാണാനായിട്ട് ഓഫ്ലൈൻ ഡൗൺലോഡ് ഫെസിലിറ്റി യൂസ് ചെയ്യാം. ഇപ്പോൾ മൊബൈലിൽ ആപ്പിൽ മാത്രമല്ല, നിങ്ങൾ കമ്പ്യൂട്ടറിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് കമ്പ്യൂട്ടറിലും കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഹിസ്റ്ററി, ജോഗ്രഫി, സ്റ്റാറ്റിക് GK, മാത്സ്, റീസണിങ്, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ് 2023, കമ്പ്യൂട്ടർ നോളജ്, ഇന്ത്യൻ പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് 2024 എന്നിങ്ങനെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ 3999 ഒരുമിച്ച് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 1500 രൂപയുടെ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. അല്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കാനാണെങ്കിൽ അതിൻ്റെ നമ്പറും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്, വെൻ വാസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ്? എപ്പോഴും പറയാറുള്ള കാര്യമാണ്. എന്താണ്, കീ വേർഡ് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിലെ കീ വേർഡ് ഇവിടെ അഡോപ്റ്റഡ് ആയിരുന്നു, ഇവിടെ എന്തായിരുന്നു, കെയിം ഇൻ ടു ഫോഴ്സ് ആയിരുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഒരു ഡേറ്റ് ആണ്, അഡോപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വേറൊരു ഡേറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? നോക്കൂ, എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ എന്താ നോക്കൂ കൂട്ടുകാരെ, 26 ജനുവരി 1950. കണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യും, ചിലരെന്ത് ചെയ്യും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് റിപ്പബ്ലിക് ഡേക്ക് അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇതങ്ങ് എഴുതി വെക്കും. പക്ഷേ എന്നാണ് 1950 ജനുവരി 26 എന്താണ് കൂട്ടുകാരെ നടന്നത്? അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസമാണത്. അത് നിലവിൽ വന്ന ദിവസമാണ് ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷനെ എന്ത് ചെയ്യുകയാണ്, കോൺസ്റ്റിറ്റ്യൂഷനെ ഭരണഘടനാ സമിതി അഡോപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്താ പറയുക, അംഗീകരിച്ച ദിവസമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭരണഘടനാ സമിതി ഭരണഘടനയെ അംഗീകരിച്ച, അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ ഇതല്ല എന്ത്, 1950 ജനുവരി 26 അല്ല നമ്മുടെ ആൻസർ. പകരം ആൻസർ എന്താണ്, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 26 നവംബർ 1949. 26 നവംബർ 1949 എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് എന്ത്, ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ദേശീയ നിയമദിനമായിട്ട്, ദേശീയ
നിയമദിനമായിട്ട് ഏത് രൂപയാണ്? ലോ ഡേ ആയിട്ട് എന്താണ് ഇത് നമ്മൾ വിചാരിക്കുന്ന ഏതാണ്? നാഷണൽ ലോ ഡേ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് ഏതാണ്? ഇതേ ദിവസമാണ്. കാരണം ഈ ദിവസമാണ് എന്ത് ചെയ്യുന്നത്? ഭാരതത്തിൽ നമ്മൾ നിയമദിനമായിട്ട് ആചരിക്കുന്നത്. കാരണം ഈ ദിവസമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചത് എന്ന കാര്യം എന്ത് ചെയ്യുക കൂട്ടുകാർ ആലോചിക്കുക. ആകെ 11 സെഷനുകളാണ് എന്ത് ചെയ്തത്? ഭരണഘടനാ സമിതി കൂടിയിട്ടുണ്ടായിരുന്നത്. 11 സെഷനുകൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ 11 സെഷൻ്റെ അവസാന ദിവസം, 11ാമത്തെ സെഷൻ്റെ അവസാന ദിവസമായിരുന്നു ഏത്? ഈ ദിവസം. അന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത് എന്ത് ചെയ്യുന്നത്? അഡോപ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവസാനമായിട്ട് ഭരണഘടനാ സമിതി കൂടുന്നത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-നാണ്. ഈ ഡേറ്റ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിവസമാണ്. എന്തുകൊണ്ടാണ്? ഈ ദിവസമാണ് 1950 ജനുവരി 24-നാണ് നമ്മളുടെ നാഷണൽ ആന്തം എന്ത് ചെയ്യുന്നത്? സഭ അംഗീകരിക്കുന്നത്. നമ്മളുടെ നാഷണൽ സോങ് അംഗീകരിക്കുന്നത് ഇതേ ദിവസമാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിലെ എല്ലാ ആളുകളും സൈൻ ചെയ്യുന്നത് ഏത് ദിവസമാണ്? ഇതേ ജനുവരി 24-നാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? എന്തൊക്കെ കൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ വളരെ കൃത്യമായിട്ട്? ഇതെന്ത് ചെയ്യുക കൂട്ടുകാർ ആലോചിക്കുക. അപ്പോൾ ഭരണഘടനയിൽ അംഗങ്ങളെല്ലാവരും സൈൻ ചെയ്തത് 1950 ജനുവരി 24-നാണ്. നാഷണൽ സോങ് അംഗീകരിക്കപ്പെട്ടത് ജനുവരി 24-നാണ്. നാഷണൽ ആന്തം അംഗീകരിക്കപ്പെട്ടത് 1950 ജനുവരി 24-നാണ് എന്ന കാര്യം എന്ത് ചെയ്യുക കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുകയാണ്. ഫൈൻ, കൃത്യമാണല്ലോ? ഇനി അതിൽ എന്ത് ചെയ്യരുത്? ഈ ഡേറ്റുകളിലൊന്നും ഒരു വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടാകാനായിട്ട് പാടുകയില്ല. ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്നാണെന്നറിയോ കൂട്ടുകാർക്ക്? 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22-നാണ് എന്ത് ചെയ്യുന്നത്? നാഷണൽ ഫ്ലാഗിനെ എന്ത് ചെയ്യുന്നത്? നമ്മൾ അംഗീകരിക്കുന്നത്. ഇത് എപ്പോഴാണ്? ബാക്കിയെല്ലാം 1950 അല്ലേ? ആ സമയത്താണ്. പക്ഷേ 1947 ഓഗസ്റ്റ് 15-ന് നമുക്ക് എന്ത് ചെയ്യണം? പതാക ഉയർത്തേണ്ടേ? അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം? നാഷണൽ ഫ്ലാഗ് അംഗീകരിക്കണം അല്ലേ? അതുകൊണ്ട് ഇതെന്താണ്? ആ ഡേറ്റുകൾക്കൊക്കെ കുറേ മുൻപ് 47 ജൂലൈ 22-നാണ് എന്ന കാര്യം എന്ത് ചെയ്യുക കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡേറ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റുകൾ കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിച്ച് വെച്ചിട്ടുണ്ടാകും, നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ നമ്മൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കൂ. ദ ഐഡിയാസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ് ബീൻ ടേക്കൺ ഫ്രം. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്കറിയാം അല്ലേ? നമ്മളുടെ ഭരണഘടനയിലെ പല പ്രധാനപ്പെട്ട ആശയങ്ങളും നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ഭരണഘടനകളിൽ നിന്ന് കടം കൊണ്ടവയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അല്ലേ? അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട എന്താ പറയുക? നമ്മളുടെ ഒരു 3 വാക്കുകളുണ്ട് അല്ലേ? ഈ 3 വാക്കുകളാണ് നമ്മുടെ ഭരണഘടനയിലുള്ള ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നീ വാക്കുകൾ. അപ്പോൾ ഈ 3 വാക്കുകൾ നമ്മൾ എവിടെ നിന്നാണ് എന്ത് ചെയ്തത്? കടം കൊണ്ടത് എന്നതാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ചോദിക്കുന്ന ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? വളരെ ഫേമസ് ആയിട്ടുള്ള 3 വാക്കുകളാണിവ അല്ലേ? വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ 3 വാക്കുകൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി അഥവാ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വാക്കുകൾ നമുക്കറിയാം. അത് ഏതുമായിട്ടാണ്? ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ? ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന 3 പ്രധാനപ്പെട്ട വാക്കുകളാണ് ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി അഥവാ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വാക്കുകൾ. ഈ 3 വാക്കുകൾ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ കടം കൊണ്ടിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു വാക്ക് കൂടിയുണ്ട്. എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്താണ്? ഫ്രാൻസിൽ നിന്ന് എടുത്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാക്കാണ് ഏത്? റിപ്പബ്ലിക്. ഏതാണ്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ ഇലക്റ്റഡ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയവും നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് തന്നെ എടുത്തതാണ്. ഇനി നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം എന്താണ് പോയിന്റുകൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? പല ഇടങ്ങളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? പല ആശയങ്ങളും ഐഡിയാസും നമ്മൾ വി ഹാവ് ടേക്കൺ മെനി ഐഡിയാസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അത് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിച്ച് വെക്കുന്നതിന് തന്നെ ശ്രദ്ധിക്കണം. ഉദാഹരണങ്ങൾ ജസ്റ്റ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യും അല്ലേ? നമ്മൾ അമെൻഡ് ചെയ്യും. കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തത് നിങ്ങൾക്ക് അറിയാമോ കൂട്ടുകാർക്ക്? അത് സൗത്ത് ആഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തത്. എവിടെ നിന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്? സൗത്ത് ആഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്.
മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അതുപോലെ തന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയം. സിംഗിൾ സിറ്റിസൺഷിപ്പ് എവിടെ നിന്ന് എടുത്തറിയോ കൂട്ടുകാർക്ക്? അത് ബ്രിട്ടീഷുകാരിൽ നിന്നാണ് നമ്മൾ എടുത്തത്. എവിടെ നിന്നാണ് എടുത്തത്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് എന്ത് ചെയ്തത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. DPSPs എവിടെ നിന്നാണ് എടുത്തറിയോ കൂട്ടുകാർക്ക്? DPSPs അത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തത്. ഞാനിപ്പോൾ എല്ലാം ഇവിടെ പറഞ്ഞു പോകാൻ നമുക്ക് സമയമില്ല. ഈ രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഇത്തരത്തിലുള്ള ഭരണഘടനയിൽ നിന്ന് നമ്മൾ എടുത്ത വിവിധ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ എവിടെയാണ്? 5 ഇയർ പ്ലാനിങ് എടുക്കുകയാണെങ്കിൽ എവിടെ നിന്നാണ്? ഇവ രണ്ടും നമ്മൾ USSRൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കൺകറൻറ്റ് ലിസ്റ്റ് ആണെങ്കിലോ അത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോയോ ജപ്പാനീസ് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ എവിടെ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് എന്ന കാര്യം കൂട്ടുകാരെന്ത് ചെയ്യേണ്ടതുണ്ട്? വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ ആണല്ലോ? സംശയങ്ങൾ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ആ ഭാഗം കൂട്ടുകാരെ കൃത്യമായിട്ട് കവർ ചെയ്യുക. ഇനി വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഏരിയാസ്? ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇവരുമായി ബന്ധപ്പെട്ട് ഏത് പാർട്ടാണ് ഇവരെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് എന്നതാണ് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ SSC, RRB അതുപോലെ തന്നെ RPF എക്സാമുകളിൽ നമ്മുടെ ഭരണഘടനയുടെ വിവിധങ്ങളായിട്ടുള്ള പാർട്ടുകൾ തിരിച്ചറിയൽ, വിവിധങ്ങളായിട്ടുള്ള ഷെഡ്യൂളുകൾ തിരിച്ചറിയൽ, അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് തിരിച്ചറിയൽ എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെല്ലാം എക്സാമുകൾക്കാണ്? SSC, RRB അതുപോലെ തന്നെ നമ്മളുടെ RPF, MTS ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറേ ഇടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ വ്യക്തമായിട്ട് ഈ വിവിധങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട പാർട്ടുകൾ, ഷെഡ്യൂളുകൾ, ആർട്ടിക്കിളുകൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ മറ്റുള്ള കുറച്ചുകൂടി വലിയ എക്സാമുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇതേ കാര്യങ്ങൾ ചോദിക്കും, പക്ഷേ കുറച്ചുകൂടി സ്റ്റേറ്റ്മെൻറ്റ് തലത്തിലൊക്കെ ആയിരിക്കും, തന്നിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താണെങ്കിലും പാർട്ടുകൾ, ഷെഡ്യൂളുകൾ, ആർട്ടിക്കിളുകൾ എന്നിവ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോകേണ്ടതായിട്ടുള്ളൊരു ഭാഗമാണ് എന്ന് കൂട്ടുകാരോട് പറയാനായിട്ട് ഉദ്ദേശിച്ചാണ്. അതൊരിക്കലും എന്ത് ചെയ്യരുത്? അത് വിട്ടിട്ട് പോകരുത്. എന്തായാലും എന്ത് ചെയ്യും? അവിടുന്ന് ചോദ്യം വരാനുള്ള ഒരു വളരെ പ്രൈമറി ആയിട്ടുള്ളൊരു സാധ്യത അവിടുന്ന് ഉണ്ട്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ഷെഡ്യൂൾഡ് കാസ്റ്റുകളെക്കുറിച്ച്, ഷെഡ്യൂൾഡ് ട്രൈബുകളെക്കുറിച്ച്, ഇവരുടെ രണ്ടുപേരുടെ ഏരിയാസ്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഏരിയകളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്ന പാർട്ട് ഏതാണ് എന്നതാണ് ചോദ്യം. ഇത് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രം ഉത്തരം എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് ഊഹിക്കാനൊന്നും പറ്റില്ല നമുക്ക്. ശരിയായിട്ടുള്ള ആൻസർ പാർട്ട് 10 എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഏതാണ്? പാർട്ട് 10 എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഈ പാർട്ട് 10ൻ്റെ തൊട്ട് മുൻപുള്ള ചില ഭാഗങ്ങളുണ്ട്. അത് കൂട്ടുകാരെന്ത് ചെയ്യുക? ഒന്ന് ആലോചിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഏതൊക്കെയാണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? ഈ പാർട്ട് 10ന് മുമ്പുള്ള ഭാഗങ്ങൾ ഏതൊക്കെ അറിയാം കൂട്ടുകാർക്ക്? ഒന്നാമത്തേത് ഏതാണ്? പാർട്ട് 9 ആണ്. ഏതാണ്? പാർട്ട് 9 ഉണ്ട്. പാർട്ട് 9 എങ്ങനെയാണ് ഇവിടേക്ക് വരുന്നത് എന്ന് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടാണ് പാർട്ട് 9 ഇമ്പോർട്ടൻ്റ് ആകുന്നത്? കാരണം ഇത് ഇവിടെ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് കൂട്ടുകാരെ? പാർട്ട് 9 പറയുന്നത് പഞ്ചായത്ത് രാജുകളെക്കുറിച്ചാണ്, പഞ്ചായത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചാണ്? പഞ്ചായത്തിനെക്കുറിച്ച്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ ആഡ് ചെയ്യപ്പെട്ടതാണ് ഏത്? ഈ പാർട്ട് 9 എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ പാർട്ട് 9A ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? പാർട്ട് 9A എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ്? 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ്. അതിലെന്താണ് വരുന്നത്? മുനിസിപ്പാലിറ്റികളാണ് വരുന്നത്. ഏതാണ്? മുനിസിപ്പാലിറ്റികളാണ് എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതുപോലെ തന്നെ പാർട്ട് 9B ഉണ്ട്. കാരണം ഇവയെല്ലാം അമെൻമെൻറ്റുകളിലൂടെ ആഡ് ചെയ്യപ്പെട്ട പാർട്ടുകളാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 9B എന്താണ്? അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ചാണ് പറയുന്നത്. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ചാണ് പറയുന്നത്. 97ലാണ് എന്ത് ചെയ്യുന്നത്? 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അത് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ പ്രധാനപ്പെട്ട കുറേയധികം പാർട്ടുകളുണ്ട് എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ നോക്കൂ, പാർട്ട് 14 എന്ന് വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ഏതാണ് തന്നിരിക്കുന്നത്? പാർട്ട് 14 പാർട്ട് 14 എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അറിയോ കൂട്ടുകാർക്ക്? പാർട്ട് 14 നമ്മളുടെ സിവിൽ സർവീസില്ലേ, സിവിൽ സർവീസുകളെക്കുറിച്ചും അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻസ് PSCകളെക്കുറിച്ചും പറയുന്ന ഭാഗമാണ് പാർട്ട് 14 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പാർട്ട് 3 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഏതാണ്? പാർട്ട് 3ലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. പാർട്ട് 4 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്?
DPSPകളെ കുറിച്ചാണ് ചെയ്യുന്നത് ആ ഭാഗത്ത് സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഈ രീതിയിൽ പ്രധാനപ്പെട്ട പാർട്ടുകളുണ്ട്. ആ പാർട്ടുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട് 20 ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് 20 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് പാർട്ട് 20 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുന്നത് ഒരു ഭാഗം എന്ന് പറയാൻ പറ്റുന്നത് ഏതായിരിക്കും? മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് 18 ഉണ്ട്. 18 എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഒരു കൂട്ടുകാർക്ക്? എമർജൻസി പ്രൊവിഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അടിയന്തരാവസ്ഥയിലെ എമർജൻസി പ്രൊവിഷൻസിനെ കുറിച്ച് പറഞ്ഞ പാർട്ട് 18 ആണ്. മനസ്സിലാവുന്നുണ്ടോ? പാർട്ട് 18 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള പാർട്ടുകളുണ്ട്. അവ പഠിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദർ അറ്റ് പ്രസൻറ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇവിടുത്തെ കീവേഡ് എന്താണ്? ഷെഡ്യൂളുകൾ അല്ലേ? ഷെഡ്യൂളുകളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മളോട് ചോദ്യം. എത്ര ഷെഡ്യൂളുകളുണ്ട് എന്നതാണ് എന്ത് നിലവിൽ വന്നിട്ടുള്ള ചോദ്യം. അപ്പോൾ നിലവിലുള്ള ഷെഡ്യൂളുകളുടെ എത്ര? നമ്മളുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് കൂട്ടുകാർക്ക് അറിയാം അല്ലേ? ഭരണഘടന നിലവിൽ വരുന്ന ആദ്യത്തെ ആ സമയത്ത് മൊത്തത്തിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു എന്ന് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? മൊത്തത്തിൽ ഉണ്ടായിരുന്ന ഷെഡ്യൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര എണ്ണമായിരുന്നു? അത് 8 എണ്ണം മാത്രമായിരുന്നു. ഭരണഘടന വരുന്ന സമയത്ത് 8 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഓരോ തവണയായിട്ട് ഓരോരോ ഷെഡ്യൂളുകൾ ആഡ് ചെയ്യപ്പെട്ട് നിലവിൽ 12 ഷെഡ്യൂളുകളാണ് നമുക്ക് ഉള്ളത്. നിലവിൽ എത്ര എണ്ണമാണ് ഉള്ളത്? 12 ഷെഡ്യൂളുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ആദ്യം 8 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അതായത് ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 എണ്ണമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അതിൽ നിന്ന് മാറിയിട്ട് എത്ര എണ്ണമായി? 12 എത്ര എണ്ണമായി ഷെഡ്യൂളുകളായി നിലവിൽ എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 395 ആർട്ടിക്കിൾസാണ് ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? 8 ഷെഡ്യൂൾസാണ് ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 22 പാർട്സാണ് ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെപ്പോഴാണ്? ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഭരണഘടന നിലവിൽ വരുന്ന സമയത്തെ കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്നത്. ഇനി ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള എണ്ണം എടുക്കുകയാണെന്നെങ്കിൽ എത്രയാണ് എണ്ണം എന്ന് കൂട്ടുകാർക്ക് ഒരു ഐഡിയ ഉണ്ടോ എത്രയാണെന്നുള്ളത്? നിലവിൽ എനിക്ക് തോന്നുന്നു 470 പ്ലസ് ആർട്ടിക്കിളുകൾ നിലവിൽ എന്തുണ്ട് നമുക്കുണ്ട്. ഷെഡ്യൂളുകളുടെ എത്രയായി? 12 എണ്ണമായി. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക് 25 ഭാഗങ്ങളുമായിട്ട് നമ്മുടെ ഭരണഘടന മാറിയിട്ടുണ്ട്. മനസ്സിലായ കൂട്ടുകാർക്ക്? ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക, നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദർ അറ്റ് പ്രസൻറ്റ്? ഇപ്പോൾ എത്ര ഷെഡ്യൂളുകൾ എന്നാണ്. ഈ അറ്റ് പ്രസൻറ്റ് മാറിയിട്ട് ഡ്യൂറിങ് ദ എന്താ പറയുക അഡോപ്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ആ സമയത്ത് എത്ര ഷെഡ്യൂളുകളുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ വേറെ ആൻസറായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 8 ഷെഡ്യൂളുകളുമായിട്ട് തുടങ്ങിയതായിരുന്നു. നിലവിൽ പക്ഷേ 12 ഷെഡ്യൂളുകളാണുള്ളത് എന്ന് ചെയ്യുക കൂട്ടുകാർ മനസ്സിലാക്കുക. പിന്നെ ഷെഡ്യൂളുകളെ കുറിച്ച് ഞാൻ പ്രത്യേകം എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കൂട്ടുകാർക്ക് അത് കൃത്യമായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 12 ഷെഡ്യൂളുകളും ഇമ്പോർട്ടൻ്റ് ആണ്. 11-12 ഷെഡ്യൂളുകൾ എന്തായിരുന്നു? പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു. 11th 12th ഷെഡ്യൂളുകൾ അല്ലേ. 10th ഷെഡ്യൂൾ എന്തായിരുന്നു? അത് ഡിഫെക്ഷൻ അല്ലേ. ഡിഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് 10th ഉണ്ടായിരുന്നത്. 9ാമത്തെ ഷെഡ്യൂൾ എന്തിനെക്കുറിച്ചായിരുന്നു കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? അത് സർട്ടൺ ആക്ട്സിൻ്റെയും റൂൾസിൻ്റെയൊക്കെ എന്താണ് വാലിഡേഷൻ അല്ലേ. ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇത് 9ാമത്തെ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ 9, 10, 11, 12 പിന്നീട് എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഷെഡ്യൂളുകൾ. ഇവ ഓരോന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾ ഏതൊക്കെയായിരുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക ആലോചിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ആ ഭാഗത്തപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം എന്താണ്? അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഈസ് ഹൈക്കോർട്ട് ഇഷ്യൂസ് റിട്ട് ഇൻ ഇന്ത്യ? അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ കീവേഡുകൾ? ഇവിടുത്തെ കീവേഡുകൾ ഒന്ന് ഹൈക്കോർട്ടാണ്, രണ്ടാമത്തേത് റിട്ട് എന്നതാണ്. അപ്പോൾ റിട്ട് അധികാരം നമുക്ക് അറിയാവുന്ന ഒരു അധികാരമാണ് അല്ലേ. റിട്ട് അധികാരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. റിട്ട് അധികാരങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂട്ടുകാർ മനസ്സിലാക്കാനുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് വളരെ എളുപ്പം കിട്ടുമായിരിക്കും അല്ലേ. എന്താണ്? ക്വസ്റ്റ്യൻ്റെ കൺഫ്യൂഷൻ വരാൻ സാധ്യത സിയും ബിയും തമ്മിലാണ്. കാരണം റിട്ട് അധികാരങ്ങൾ എന്താണ്?
ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226 രണ്ടും റിട്ട് അധികാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തിനെ കുറിച്ച് പറയുമ്പോൾ ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആൻസർ ഏതാണ് ഈ ക്വസ്റ്റിൻ്റെ? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 226 കാരണം ഹൈക്കോർട്ടിൻ്റെ റിട്ട് അധികാരം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇനി ഇതുകൊണ്ട് തന്നെ നമ്മൾ ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226 തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഹൈക്കോടതിയുടെ റിട്ട് അധികാരങ്ങളും സുപ്രീം കോടതിയുടെ റിട്ട് അധികാരങ്ങളും തമ്മിലുള്ള ചില കീ ഡിഫറൻസുകൾ, വ്യത്യാസങ്ങൾ എന്ത് ചെയ്യേണ്ടത് കൂട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ സുപ്രീം കോടതിയെ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കൂ. സുപ്രീം കോടതിക്ക് എടുക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സുപ്രീം കോടതിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തിരിച്ച് പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ രീതിയിലുള്ള റിട്ട് ഹർജികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കുക. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഹൈക്കോടതിക്ക് പക്ഷേ അങ്ങനെയല്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും എനി അതർ പർപ്പസ് എന്നുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. എനി അതർ പർപ്പസ്, അതായത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് റിട്ട് അധികാരത്തിൻ്റെ വിശാലത നോക്കുമ്പോൾ ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തിനാണ് എന്ത് ചെയ്യുള്ളത്? ഒരു വിശാലതയും പരപ്പും കൂടുതൽ. കാരണം സുപ്രീം കോടതിക്ക് റിട്ട് അധികാരങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് മാത്രമേ പുറപ്പെടുവിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഹൈക്കോടതിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടും പ്രയോഗിക്കാം, എനി അതർ പർപ്പസിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാം? റിട്ട് അധികാരങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇനി ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും രണ്ടു പേർക്കും ഇതിൽ എന്തുണ്ട്? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. എന്താണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കീഴ്ക്കോടതികൾ വഴിക്ക് പോകേണ്ട ആവശ്യമില്ല. നേരിട്ട് രണ്ട് കോടതികളിലേക്കും എന്തുമായിട്ട് പറയാം? റിട്ട്, അതായത് എൻ്റെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഒരാൾക്ക് പരാതിയുമായിട്ട് പോകാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കുക. ഇനി അതുപോലെ തന്നെ എന്താണ് മറ്റൊരു കാര്യം കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്? കൂട്ടുകാർ ആലോചിക്കേണ്ടതുണ്ട്. അതായത് ഹൈക്കോടതിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് സ്വീകരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ സുപ്രീം കോടതി എന്താണ്? സുപ്രീം കോടതിയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗ്യാരണ്ടി ചെയ്യുന്ന ആൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഗ്യാരണ്ടിയർ എന്ന് പറയുന്ന ആരാണ്? സുപ്രീം കോടതിയാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറ്റ് കാൺട്ട് സേ നോ. മനസ്സിലാവുന്നുണ്ടോ? നോ എന്ന് പറയാൻ പറ്റില്ല, ഇത് സ്വീകരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അതെന്ത് ചെയ്യണം? അത് പരിഗണിക്കുക തന്നെ വേണം. മനസ്സിലാവുന്നുണ്ടോ? ഹൈക്കോടതിക്ക് പക്ഷേ എന്താണ്? ഇത് ഞാൻ ഗ്യാരണ്ടിയർ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? സുപ്രീം കോടതിയാണ് ഗ്യാരണ്ടിയർ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഹൈക്കോടതി അല്ല, ഞാനല്ല. അതുകൊണ്ട് എനിക്കിത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഹൈക്കോടതിക്ക് പറ്റും. പക്ഷേ സുപ്രീം കോടതിക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇവ എന്ത് ചെയ്യുക? കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 226 ആർട്ടിക്കിൾ 32 റിട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 32 സുപ്രീം കോടതിയുടെ റിട്ട് അധികാരവും ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തിനെ കുറിച്ചുമാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവരുടെ രണ്ടുപേരുടെയും റിട്ട് അധികാരങ്ങൾ തമ്മിൽ ഉള്ള വ്യത്യാസങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം എന്താണ്? ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ ഈസ്. ആരാണ്? യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ തലവൻ ആരാണ്? നമുക്കറിയാം ആരാണ്? പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റാണ്. ആർട്ടിക്കിൾ 53 പ്രകാരം നമ്മുടെ രാജ്യത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവറുകൾ ദേ ആർ വെസ്റ്റഡ് ഇൻ ഹും? ഇൻ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ പ്രസിഡൻറ്റിൻ്റെ മുകളിലാണ് ആർട്ടിക്കിൾ 53 പ്രകാരം എല്ലാവിധ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും എന്ത് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് വെസ്റ്റഡ് അപ്പോൺ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കാം. അപ്പോൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്, ഭരണഘടനാ തലവൻ, എക്സിക്യൂട്ടീവ് ഹെഡ് ആരാണ്? നമ്മുടെ പ്രസിഡൻ്റാണ്, രാഷ്ട്രപതിയാണ് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കണം. ആർമി ചീഫോ, ലോക്സഭാ സ്പീക്കറോ, പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ എന്താ പറയുക അത്തരത്തിലുള്ള ആരുമല്ല, ചീഫ് ജസ്റ്റിസോ ഒന്നുമല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്, എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്ന രണ്ട് ടേമുകളും ആർക്ക് അവകാശപ്പെട്ടതാണ്? നമ്മുടെ രാഷ്ട്രപതിക്ക്, പ്രസിഡൻറ്റിന് അവകാശപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ലെന്ന് വിചാരിച്ച് അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അടുത്തെന്താണ്? ആർട്ടിക്കിൾ 324 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു എന്നതാണ് പറയുന്നത്. ആർട്ടിക്കിൾ 324 ആണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇത് അടിസ്ഥാനപരമായിട്ട് എന്തിനെക്കുറിച്ചായിരിക്കും കൂട്ടുകാരെ ചോദ്യം? എന്തുകൊണ്ടാണ് ഈ ചോദ്യം വരാൻ സാധ്യത? ആർട്ടിക്കിൾ 324 എന്തിനെക്കുറിച്ചാണ്? നമുക്കറിയാം എന്തിനെക്കുറിച്ചാണ്? ഇൻഡിപെൻഡൻറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ്, ഇൻഡിപെൻഡൻറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്.
ഇത് നമ്മളുടെ ഒരു ഇലക്ഷൻ ഇയറാണ്. ഇപ്പോൾ എന്ത് നടന്നിട്ടുണ്ട്? ജനറൽ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാർ എന്ത് ചെയ്യണം? എക്സാമുകളിൽ ഏതൊക്കെ എക്സാമുകളാണോ നിങ്ങൾ എഴുതാൻ പോകുന്നത് ആ എക്സാമുകളിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം. മനസ്സിലാവുന്നുണ്ടോ പറയണത്? വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അത് പ്രതീക്ഷിച്ചിട്ട് തന്നെ എക്സാമുകളിലേക്ക് പോവുക. ഇനി തിരിച്ചിവിടെ വന്നാൽ ഇലക്ഷൻ കമ്മീഷനാകട്ടെ, ഫൈനാൻസ് കമ്മീഷനാകട്ടെ, എന്താണ് ബാക്കിയുള്ളവ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും പ്രധാനപ്പെട്ട എന്താണ്? ഇവയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളാണ്. എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ പഠിച്ചു വെക്കുക എന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിലെന്താണ്? അതിലൊരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 324 അല്ലേ? ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? അത് 324 എന്ന് നമുക്കറിയാം. ഇനി UPSCയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ ഏതൊക്കെ മുതൽ ഏതൊക്കെ വരെയാണ് വരുന്നത്? അത് ഏതാണ്ട് ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് UPSC. അത് കഴിഞ്ഞ ഉടനെയാണ് ഏത് വരുന്നത്? ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സ്റ്റേറ്റ് PSCയോ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും എന്ത് തന്നെയാണ്? ഇതേപോലെ ഭരണഘടനാ ബോഡിയാണ് അല്ലേ? അതും ഇതേ എണ്ണമാണ്. 315 മുതൽ 323 വരുടെ ഇടയിലാണ് നിൽക്കുന്നത്. ഇനി ഫൈനാൻസ് കമ്മീഷൻ ഉണ്ട് അല്ലേ? ഫൈനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 280 ആണ്. ഇതെല്ലാം നോട്ട് ഡൗൺ ചെയ്ത് വെക്കണേ. ഇവയെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ആണല്ലോ. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ SCയുമുണ്ട്, STയുമുണ്ട്, ബാക്ക്വേർഡ് ക്ലാസ്സസും ഉണ്ട് അല്ലേ? ഇങ്ങനെ എന്താണ്? 3 എണ്ണം ഉണ്ട് നമുക്ക് അല്ലേ? SCയുമുണ്ട്, STയുമുണ്ട്, ബാക്ക്വേർഡ് ക്ലാസ്സസും ഉണ്ട്. ഇത് ഓരോന്നും ഏതിലൊക്കെയാണ് കൂട്ടുകാരെ? SC എന്ന് പറയുന്നത് 338 ആണ്, STയുടേത് 338A ആണ്, ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത് 338B ആണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല ഏതൊക്കെ ആർട്ടിക്കിളാണെന്ന്? നാഷണൽ കമ്മീഷൻ ഫോർ SCs 338, നാഷണൽ കമ്മീഷൻ ഫോർ STs 338A, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് 338B ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാരാണ്? CAGയുടെ ആർട്ടിക്കിൾ എത്രയാണ്? 148. എത്രയാണ്? 148. ഇനി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ട് അല്ലേ? അറ്റോർണി ജനറൽ ഉണ്ട്. അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണ്? 76. സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ളത് ആരാ? അഡ്വക്കേറ്റ് ജനറലാണ് അല്ലേ? അഡ്വക്കേറ്റ് ജനറൽ ഏതാണ്? 165. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതുപോലെ തന്നെ സ്പെഷ്യൽ എന്താ പറയുക? ലിംഗ്വിസ്റ്റിക് ഓഫീസർ ഉണ്ട് അല്ലേ? ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ഓഫീസർ ഓർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഉണ്ട്. ഇത് എത്രയാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 380B ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ മൊത്തത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികൾ ഏതെല്ലാമാണോ അതെല്ലാത്തിനെക്കുറിച്ചുമുള്ള ആർട്ടിക്കിളുകൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ആർട്ടിക്കിളുകൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. അവ എന്ത് ചെയ്യുക? നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓരോ ആർട്ടിക്കിളും എന്ത് ചെയ്യുക? എടുത്തു വയ്ക്കുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. Who has been presided over the first 3-member commission for determining the relation between the center and state? ഒരു 3-member കമ്മീഷൻ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ആരാണ് ഇത് പ്രിസൈഡ് ഓവർ ചെയ്തത്? ഈ കമ്മീഷൻ ഇതിനെക്കുറിച്ചായിരുന്നു. സെൻറ്റർ സ്റ്റേറ്റ് റിലേഷനെക്കുറിച്ച്, സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ച് പഠിക്കാനുള്ള കമ്മീഷനായിരുന്നു എന്നതാണ് എന്ത് ചെയ്യുന്നത്? നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് കമ്മീഷനാണ് ഈ രീതിയിൽ പഠിച്ചിട്ടുള്ളത്? ദ ഫസ്റ്റ് വൺ. ഓക്കെ, ദ ഫസ്റ്റ് 3-member കമ്മീഷൻ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളോട് പറയുന്നത്. ഇവയെല്ലാം ഏതാണ്ട് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുകളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള കമ്മീഷനുകൾ തന്നെയാണ്. നമ്മുടെ ആൻസറായിട്ട് നമ്മുടെ കയ്യിൽ കിടക്കുന്നത് ഏതാണെന്നറിയോ കൂട്ടുകാർക്ക്? നമ്മുടെ കയ്യിൽ കിടക്കുന്ന ആൻസർ എന്ന് പറയുന്നത് സർക്കാരിയ കമ്മീഷനാണ്. ഏതാണ്? RS സർക്കാരിയ കമ്മീഷനാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് പറഞ്ഞിട്ടുള്ളത്. സർക്കാരിയ കമ്മീഷൻ രൂപപ്പെടുത്തുന്നത് 1983-ലാണ്. 1983-ലാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് രൂപീകരിക്കുന്നത്. ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് രൂപീകരിക്കുന്നത്. എന്ത് ചെയ്യുകയാണ്? ഇത് എന്താ എക്സാമിൻ ചെയ്യാൻ പറഞ്ഞത്? The balance of power between state and central governments has to be studied. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് they had to suggest certain changes if needed, certain changes which could be put forward for what? For improving the relation between the state and the center. മനസ്സിലാവുന്നുണ്ടോ? സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് വേണ്ടത് എന്ന് സജസ്റ്റ് ചെയ്യലായിരുന്നു ഇവരുടെ വർക്ക് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതാണ് ആര് ചെയ്യുന്നത്? സർക്കാരിയ കമ്മീഷൻ 1981 രൂപപ്പെടുത്തിയിട്ടുള്ള സർക്കാരിയ കമ്മീഷൻ ചെയ്യുന്നത്.
മനസ്സിലായോ? കൃത്യമാണല്ലോ, അതിൽ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. ഈ കമ്മീഷൻ ഇവരുടെ ഫൈനൽ റിപ്പോർട്ട് 1988 എന്ത് ചെയ്യുകയാണ്, വെക്കുകയാണ് ചെയ്യുന്നത്. 1988 ഇവരുടെ ഫൈനൽ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നത്, വെക്കുന്നത്. മനസ്സിലായോ കൂട്ടുകാർക്ക്? കൃത്യമാണേ, അതിൽ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ്. ഇനി വീരപ്പ മൊയ്ലിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. വീരപ്പ മൊയ്ലിയുമായി ബന്ധപ്പെട്ടത് എന്താ അറിയോ കൂട്ടുകാർക്ക്? സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റിയാണ്. സെക്കൻഡ് ARC എന്ന് പറയും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ ഈ 4 കമ്മീഷനുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. 4 കമ്മീഷനുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ARC അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ഉണ്ട്. ഇതിൽ സെക്കൻഡ് ARC ആണ് ആര് വിളിക്കുന്നത്? വീരപ്പ മൊയ്ലിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നത്? 2005 എപ്പോഴാണ്? 2005 രൂപീകരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 2005 രൂപീകരിക്കുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? എന്തായിരുന്നു ഉദ്ദേശം? അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി എന്താണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ വരുത്തേണ്ട വലിയ ചേഞ്ചുകളെക്കുറിച്ച് എന്താണ് പറയലാണ് വീരപ്പ മൊയ്ലിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമുണ്ടായിരുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഏതാണ്? അടുത്തതെന്ന് പറയുന്നത് പുഞ്ചി കമ്മീഷനാണ്. പുഞ്ചി കമ്മീഷനാണ്. അപ്പോൾ പുഞ്ചി കമ്മീഷൻ അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ മദൻ മോഹൻ പുഞ്ചിയാണ് ഈ പുഞ്ചി എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്താണ്? നമ്മുടെ ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. ഇദ്ദേഹം പുഞ്ചി എന്ന് പറയുന്ന ആരാണ്? നമ്മളുടെ ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് ഈ പുഞ്ചി എന്ന് പറയുന്നത്. അതുകൂടാതെ വേറെ കുറേ മെമ്പർമാരെന്ത് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതൊരു 3 മെമ്പർ കമ്മിറ്റി അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു 3 മെമ്പർ കമ്മിറ്റി അല്ല. ഇവിടെ എന്താണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്? 3 മെമ്പർ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുഞ്ചി എന്തല്ല? ഒരു 3 മെമ്പർ കമ്മീഷൻ ആയിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇത് പ്രത്യേകം എന്ത് ചെയ്യേണ്ടതുണ്ട്? കൂട്ടുകാർ ആലോചിക്കേണ്ടതുണ്ട്. ഓക്കെ, പുഞ്ചി കമ്മീഷൻ 3 മെമ്പർ കമ്മിറ്റി ആയിരുന്നില്ല. എപ്പോഴാണ് പുഞ്ചി കമ്മീഷൻ വരുന്നത് അറിയോ കൂട്ടുകാർക്ക്? 2007. ഏതാണ് വർഷം? 2007 വരുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? പുഞ്ചി കമ്മീഷൻ വരുന്നപ്പോഴാണ്? 2007. എന്താണ് പുഞ്ചി കമ്മീഷൻ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അറിയോ കൂട്ടുകാർക്ക്? പുഞ്ചി കമ്മീഷൻ ഇതേ കാര്യം തന്നെയാണ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ തന്നെയാണ് പഠിച്ചിരുന്നത്. എന്താണ് പഠിച്ചിരുന്നത്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പുഞ്ചി കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? ജസ്റ്റിസ് മദൻ മോഹൻ പുഞ്ചി എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെ ഇവിടെ എന്ത് ചെയ്യുന്നത്? വെക്കുന്നത് എന്ന കാര്യം ചെയ്യുക കൂട്ടുകാർ, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണോ? സംശയങ്ങളില്ലല്ലോ. ഇനി എന്താണ് നമുക്കറിയാവുന്ന അവസാനത്തെ നമ്മളുടെ കമ്മീഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് 1969 രൂപീകരിക്കുന്ന കമ്മിറ്റിയാണ്. 1969 PV രാജമന്നാർ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. PV രാജമന്നാർ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് 1969. 1971 ഇവരെന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇദ്ദേഹം, അതായത് DMK ഗവൺമെൻറ്, ആ സമയത്തെ DMK ഗവൺമെൻറ്, അതായത് കോൺഗ്രസ് ഗവൺമെൻറ് വീണ് DMK അധികാരത്തിൽ വന്ന സമയമാണ്. DMK ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യുന്നത്? PV രാജമന്നാറിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നത്? ഈ കമ്മിറ്റിയെ നിയമിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇവരെന്ത് ചെയ്യുകയാണ്? ഈ രീതിയിലൊരു കമ്മിറ്റി എന്ത് ചെയ്യുകയാണ്? നിയമിക്കുകയാണ് ഡോക്ടർ PV രാജമന്നാറുടെ നേതൃത്വത്തിൽ. എന്താണ് ഇവരും പഠിക്കുന്നത്? സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും ഇടയിലുള്ള റിലേഷൻ തന്നെയാണ് ആരുടെയും പഠന വിഷയം എന്ന് പറയുന്നത്? ഈ കമ്മീഷൻ്റെയും പഠന വിഷയം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതെന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണേ? സംശയങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു സംശയം വരുന്നത് എന്താണ്? ഒരു സംശയം വരുന്നത് എന്ന് പറയുന്നത്, ഇതിൽ രാജമന്നാർ കമ്മിറ്റി ഇപ്പോൾ 1969 എന്നതാണ് എന്ത് ചെയ്യുന്നത്? ഒരു സംശയമായിട്ട് നമുക്ക് വരാനായിട്ട് സാധ്യത. അപ്പോൾ എന്താ പറയുക? രാജമന്നാർ കമ്മിറ്റി പക്ഷേ തമിഴ്നാട് ഗവൺമെൻറ്, DMKയുടെ തമിഴ്നാട് ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ്? അയക്കുന്ന കമ്മിറ്റിയാണ് ഇത്, ഈ രാജമന്നാർ കമ്മിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം കൂട്ടുകാർ ആലോചിക്കേണ്ട എന്താണ്? മറ്റൊരു കാര്യമുണ്ട്. രാജമന്നാർ കമ്മിറ്റി 1969 എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ തമിഴ്നാട് ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യുന്നത്? വെക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ആദ്യമായിട്ടുള്ള ഒരു 3 മെമ്പർ കമ്മീഷൻ എന്ന കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ചോദിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു 3 മെമ്പർ കമ്മീഷൻ എന്ന രീതിയിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് എന്ന് ചെയ്യുക കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഡോക്ടർ PV രാജമന്നാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഏതൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്? ഇദ്ദേഹത്തിനെ കൂടാതെ, രാജമന്നാറിനെ കൂടാതെ 2 ആളുകൾ വേറെ ആരൊക്കെയാണ്? ലക്ഷ്മണസ്വാമി മുതലിയാരും ജസ്റ്റിസ് P ചന്ദ്ര റെഡ്ഡിയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ RS സർക്കാരിയ എന്നതായിരുന്നു നമ്മുടെ ആൻസർ നമ്മൾ കണ്ടത്. പക്ഷേ രാജമന്നാർ കമ്മിറ്റിയും സെയിം ആണ്, 3 പേരുടെ തന്നെ ടീമാണ് 1969 വന്നിട്ടുള്ളത്. ഇത് പക്ഷേ RS സർക്കാരിയ കമ്മീഷൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്? RS സർക്കാർ
സർക്കാരിയ കമ്മീഷൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സർക്കാരിയ കമ്മീഷൻ ഇതേപോലെ വന്നിട്ടുള്ള വർഷം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് 1983 വന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിന് ശേഷമാണ്, രാജമന്നാർ കമ്മിറ്റിക്ക് ശേഷമാണ് വന്നിട്ടുള്ളത്. ഇനി ഇത് തമിഴ്നാട് മാത്രം വെച്ചതുകൊണ്ടാണോ? സർക്കാരിയ കമ്മീഷൻ എന്താണ്, ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൻസർ തന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അതോ ഇനി നമുക്ക് കിട്ടിയ കീയിലെ വ്യത്യാസം കൊണ്ടാണോ എന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. 3 പേരുള്ള കമ്മിറ്റിയും ആദ്യത്തെ കമ്മിറ്റിയും എന്ന് പറയുമ്പോൾ PV രാജമന്നാറാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സർക്കാരിയ എന്ന് കീയിൽ കണ്ടു, നമുക്കത് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ കമ്മിറ്റികളുടെയും പ്രത്യേകതകൾ കൂട്ടുകാർക്ക് അങ്ങ് പറഞ്ഞു തന്നതാണ്. അതനുസരിച്ച് എന്ത് ചെയ്യുക കൂട്ടുകാർ, അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. എന്താണ്? ഹൗ മെനി ലാംഗ്വേജസ് ആർ കറൻ്റ്ലി അപ്രൂവ്ഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ എത്ര ലാംഗ്വേജുകളാണ് അംഗീകരിച്ചിട്ടുള്ളത് എന്നതാണ് ചോദ്യം. എത്ര എണ്ണമാണ് കൂട്ടുകാരെ ഉള്ളത്? നമുക്കറിയാം 22 എണ്ണമാണുള്ളത്. ശരിയായിട്ടുള്ള ആൻസർ എത്രയാണ്? 22 എണ്ണമാണുള്ളത്. ഈ 22 ലാംഗ്വേജുകളും കൂട്ടുകാർ പഠിക്കേണ്ടതുണ്ട്. അതായത് കാണാതെ പഠിക്കണം എന്നല്ല, കേട്ട് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒഫീഷ്യലി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ലാംഗ്വേജ് ആണോ എന്ന് കൂട്ടുകാർക്ക് അറിയണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ സന്താളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താളി അതിലുള്ളതാണോ എന്ന് നമുക്കറിയണം. സന്താളി അതിലുള്ളതാണ്. ദോഗ്രി ഉണ്ടോ? ദോഗ്രി ഉണ്ട്. കാശ്മീരി ഉണ്ടോ? കാശ്മീരി ഉണ്ട്. കൊങ്കണി ഉണ്ടോ? കൊങ്കണി ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഗുജറാത്തി നമുക്ക് ഉണ്ടാവും എന്നറിയാം. ആസാമി ഉണ്ടാവും, ഗുജറാത്തി ഉണ്ടാവും, ബംഗാളി ഉണ്ടാവും, ഹിന്ദി ഉണ്ടാവും, കന്നഡ ഉണ്ടാവും, അല്ലേ, മലയാളം ഉണ്ടാകും, മണിപ്പൂരി ഉണ്ടാവും, മറാത്തി ഉണ്ടാവും, നമുക്കറിയാം. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സാധനമുണ്ട്. എന്താ അറിയോ കൂട്ടുകാർക്ക്? നേപ്പാളി. അപ്പോൾ ഓപ്ഷൻസിൻ്റെ ഇടയിൽ തരികയാണ് നേപ്പാളി. ഒഫീഷ്യൽ ലാംഗ്വേജ് പ്രകാരം നേപ്പാളി ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയമാവും, അറിയോ നേപ്പാളിൻ്റെ ഭാഷയല്ലേ, നമ്മുടെ ഇവിടെ ഉണ്ടാവുമോ, നമ്മുടെ 22 ലാംഗ്വേജിൽ ഇതുണ്ടോ എന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, സംശയം വരും, അല്ലേ. നേപ്പാളി ഉണ്ടോ? നേപ്പാളി ഉണ്ട്. നമ്മുടെ തെറായ് റീജിയനൊക്കെ നമുക്കറിയാലോ, അല്ലേ. ഈ തെറായ് റീജിയൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നേപ്പാളിലേക്കും ഇന്ത്യയിലേക്കും ആളുകൾ വന്നും പോയി കൊണ്ടുവിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇത് അതുകൊണ്ട് തന്നെ എന്താണ്, നേപ്പാളി ഭാഷ അവിടുത്തെ ആളുകൾ വളരെ എക്സ്റ്റെൻസീവായിട്ട് എന്താണ് സംസാരിക്കുന്നൊരു ഭാഷ കൂടിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതാ? സാൻസ്ക്രീറ്റ് ഉണ്ടോ? ഈ 22 ഭാഷയിൽ സാൻസ്ക്രീറ്റ് ഉണ്ടോ? ഉണ്ട്. സാൻസ്ക്രീറ്റ് എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് ഉണ്ടോ? ഇംഗ്ലീഷ് ഉണ്ടോ? ഇംഗ്ലീഷ് ഇല്ല. ഈ 22 ഭാഷയിൽ എന്തില്ല? ഇംഗ്ലീഷ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ അത് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ വേണം. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും, പക്ഷേ ഓപ്ഷൻ്റെ ഉള്ളിൽ നേപ്പാളി, സാൻസ്ക്രീറ്റ്, ഇംഗ്ലീഷ് എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷനിലാവും. അയ്യോ, നേപ്പാളി ശരിക്കും ഉണ്ടോ? സാൻസ്ക്രീറ്റ് വരുന്നുണ്ടോ? ഇംഗ്ലീഷ് ഉണ്ടാവില്ലേ എന്തായാലും എന്നൊക്കെ. കാരണം എന്താണ്, നമ്മൾ പാർലമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഭാഷയിൽ ഇപ്പോഴും എന്താണ്, ഹിന്ദിയും ഇംഗ്ലീഷും ഉണ്ട്. കോർട്ടിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് എന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ 22 ഭാഷയിൽ ഇംഗ്ലീഷ് ഉണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷേ ഇതെന്താണ്, നമ്മൾ ഇന്ത്യൻ ലാംഗ്വേജുകൾ എന്ന തലത്തിൽ നമ്മൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇനി 22 ലാംഗ്വേജുകൾ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അത് മറ്റൊരു ചോദ്യമാണ്. എവിടെയാണ്? 8th ഷെഡ്യൂളിൻ്റെ ഉള്ളിലാണ്. എവിടെയാണ്? 8th ഷെഡ്യൂളിൻ്റെ ഉള്ളിലാണ് നമുക്ക് 22 ഭാഷകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 22 ഭാഷകൾ? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കൂട്ടുകാരത് മുഴുവൻ കാണാണ്ടിരുന്ന് പഠിക്കണമെന്നല്ല, കേട്ടാൽ മനസ്സിലാവണം അത് എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഉള്ളതാണ്. അത്രേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഭാഷകൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സാൻസ്ക്രീറ്റ്, സിന്ധി, തമിഴ്, തെലുഗു, ഉറുദു, സന്താളി, ബോഡോ, മൈഥിലി, ഡോഗ്രി. ഇവയാണ് 22 ഭാഷകൾ. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഞാൻ പറയാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 14 ഭാഷകളാണ് ഉണ്ടായിരുന്നത്. എത്രണ്ണമാണ്? 14 ലാംഗ്വേജുകളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് 8 ലാംഗ്വേജുകൾ എന്ത് ചെയ്തു? ചേർക്കപ്പെട്ടു. ഈ 8 ലാംഗ്വേജുകൾ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടുകൾ ഉണ്ടായിരുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടുകളിലൂടെ 8th ഷെഡ്യൂൾ അമെൻഡ് ചെയ്തിട്ടാണ് 8 പുതിയ ഭാഷകൾ പല തവണകളിലായിട്ട് ചേർക്കപ്പെട്ടത്. എത്ര കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾ നടന്നു? 3 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് ഈ 8 ലാംഗ്വേജുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ 3 ഭരണഘടനാ ഭേദഗതികൾ പല തവണയായിട്ട് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്നവ നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 21st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ
21st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ ഏത് വർഷം 1967 ഏത് ഭാഷ ആഡ് ചെയ്തു എന്ന് കൂട്ടുകാർക്ക് അറിയാമോ? സിന്ധി ഭാഷ ആഡ് ചെയ്തു. ഏതാണ്? സിന്ധി ഭാഷ ആഡ് ചെയ്തു. ഓക്കെ ആണേ. 21st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 1967 സിന്ധി ഭാഷ. അടുത്ത ഏതാണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? 71st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, 71ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് പിന്നീട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഏതാ വർഷം? 1992. ഏതാണ്? 1992. ഏതെല്ലാം ഭാഷകൾ ആഡ് ചെയ്തറിയോ കൂട്ടുകാർക്ക്? 3 ഭാഷകളാണ് ആഡ് ചെയ്തത്. ആഡ് ചെയ്യപ്പെടുന്ന ഭാഷകളുടെ എണ്ണം കൂടി പോവുകയാണ്. ഏതൊക്കെ അറിയോ കൂട്ടുകാർക്ക്? കൊങ്കണി. ഏതൊക്കെയായിരുന്നു? കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി. കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി ഭാഷകൾ 71ാമത് അമെൻമെൻറ്റിലൂടെ 1992 8th ഷെഡ്യൂളിൽ ആഡ് ചെയ്യപ്പെടുന്നത്. പിന്നീട് ഏതാണ് നടക്കുന്നതെന്ന് അറിയോ കൂട്ടുകാർക്ക്? അത് 2003 92nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആണ്. 92nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഏതാണ് വർഷം? 2003. ഇതിൽ 4 ഭാഷകൾ ആഡ് ചെയ്യപ്പെട്ടു പുതിയതായിട്ട്. ഏതൊക്കെ അറിയോ കൂട്ടുകാർക്ക്? ബോഡോ, ഡോഗ്രി, മൈഥിലി ആൻഡ് സന്താളി. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? 21st ഭരണഘടനാ ഭേദഗതി 1967 സിന്ധി, 71st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 1992 കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി, 92nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 2003 ബോഡോ, ദോഗ്രി, മൈഥിലി, സന്താളി. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇവ തീർച്ചയായും ഈ ഒരു ഭാഗം പഠിച്ചു വെക്കണം. ഒരു സംശയവുമില്ല. ഇവിടെ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? ഏതെങ്കിലുമൊക്കെ എക്സാമുകളിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നൊരു ഭാഗം തന്നെ ആയിരിക്കും അത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണുന്നതായിരിക്കും.